ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 12ാമത്തെ പേജിലെ തായ്മൊഴിപ്പീലികൾ എന്ന ഭാഗമാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പങ്കുവച്ചത് മാതൃഭാഷയ്ക്ക് നമ്മെ ചേർത്ത് നിർത്താനുള്ള കഴിവുണ്ട്. വികാരങ്ങളെ അതിൻ്റേതായ അതിതീവ്രതയിൽ പ്രകടിപ്പിക്കാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ. നമ്മൾ അങ്ങനെ നിഗമനത്തിൽ എത്തിച്ചേർന്നു. സ്നേഹത്തിൻ്റെ ഭാഷയാണ് മാതൃഭാഷ. ഒരുപാട് കവികൾ ഭാഷയെക്കുറിച്ച്, മാതൃഭാഷയെക്കുറിച്ച് കവിതകൾ രചിച്ചിട്ടുണ്ട്. ഭാഷയോടുള്ള അവരുടെ ആ വികാരമാണ് അവരുടെ കവിതകളിലൂടെ പ്രകടമാകുന്നത്. നമുക്ക് ചില കവികളുടെ എഴുത്ത് പരിചയപ്പെടാം, കവിതകൾ പരിചയപ്പെടാം. മുത്ത്, പവിഴങ്ങൾ തുടങ്ങിയ രത്നങ്ങൾ കോർത്തുകൊണ്ടുള്ള ഒരു പൊന്നൂല്, സ്വർണ്ണ നൂല് പോലെയാണ് മലയാളം എന്ന് കവി ONV കുറുപ്പ് പാടിയിട്ടുണ്ട്. വള്ളത്തോൾ പാടിയിരിക്കുന്നു, ഒളപ്പമണ്ണ പാടിയിരിക്കുന്നു, കുഞ്ചൻ നമ്പ്യാർ പാടിയിരിക്കുന്നു. ഒരുപാട് കവികൾ മാതൃഭാഷയെക്കുറിച്ചുള്ള കവിതകളിലൂടെ മലയാളത്തോടുള്ള അവരുടെ മാതൃഭാഷയോടുള്ള വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ONV ഇങ്ങനെ പാടി: എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ, പൊന്നുനൂൽ പോലെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് വള്ളത്തോൾ പാടിയിട്ടുണ്ട്. മറ്റുള്ള ഭാഷകൾ വെറും തോഴിമാരാണ്, മർത്യന്, മനുഷ്യന് പെറ്റമ്മ തൻ്റെ ഭാഷ തന്നെ ആണ് എന്നാണ് അർത്ഥമാക്കുന്നത്. വള്ളത്തോളിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. കേരളത്തിൻ്റെ തനത് കലയായ കഥകളിയെ ഉയർത്തിക്കൊണ്ടുവന്ന ദേശീയ കവി, മഹാകവി ആണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹം കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. മലയാളത്തിന് ഒരുപാട് കൃതികൾ സംഭാവന ചെയ്തു. കേരള വാത്മീകി എന്നറിയപ്പെടുന്ന വള്ളത്തോളിൻ്റെ ഒരു കവിതാശകലമാണ് പാഠപുസ്തകത്തിൽ 12ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യം അതേതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം. വള്ളത്തോൾ പാടിയ, എഴുതി വെച്ച ഈ ഒരു കവിതയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. അതായത്, ഏതൊരു വേദവും, ഏതൊരു വേദപുസ്തകമായിക്കോട്ടെ, ഏതൊരു ശാസ്ത്രവും, ഏതൊരു ശാസ്ത്ര പുസ്തകം ആയിക്കോട്ടെ, ഏതൊരു കാവ്യം, ഏതൊരു കവിതയോ പദ്യമോ ആയിക്കോട്ടെ, ഏതൊരാൾക്കും, എല്ലാ ആളുകൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ, ഹൃദയത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്ന്, സ്വന്തം ഭാഷയായ മാതൃഭാഷയുടെ വായയിൽ നിന്ന് അല്ലെങ്കിൽ മുഖത്തു നിന്നും കേൾക്കാൻ കഴിയണം. അപ്പോഴാണത് ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുന്നത് എന്നതാണ് ഈ കവിതാശകലത്തിൻ്റെ അർത്ഥം. അടുത്തതായി ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ നമ്മളോട് പറയുന്നത്. നോക്കൂ. മാധുര്യ ഗുണങ്ങളും അക്ഷരവ്യക്തിയും വേണം, സാധുത്വം പദങ്ങൾക്കും സതതം സംഭവിക്കണം, ബോധിപ്പിപ്പതിനുള്ള കുശലത്വമതും വേണം, ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം. ഈ കവിതയുടെ അർത്ഥവും കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും നമുക്ക് പഠിക്കാം. എൻ്റെ നാടായ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. അദ്ദേഹം ഒരു ഹാസ്യ കവിയാണ്. AD 18ാം നൂറ്റാണ്ടിലാണ് ജനിച്ചിട്ടുള്ളത്. ചാക്യാർകൂത്തിന് പകരമായി കുഞ്ചൻ നമ്പ്യാർ കൊണ്ടുവന്ന കലാരൂപമാണ് തുള്ളൽ. പലതരത്തിലുള്ള തുള്ളലുകളുണ്ട്. അതിന് മാതൃകയാക്കിയത് പടയണി എന്ന കലാരൂപത്തെയും. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതാശകലം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. മലയാളത്തിൽ കവിതകൾ മലയാളത്തിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ വിവരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മാധുര്യ ഗുണങ്ങളും
മധുരമൂറുന്ന ഗുണങ്ങളുണ്ടാവണം കവിതയ്ക്ക്. അക്ഷരവ്യക്തിയും വേണം, അക്ഷരസ്ഫുടതയും, എഴുതിയത് മനസ്സിലാവണം, അക്ഷരസ്ഫുടതയും വേണം. സാധുത്വം എന്ന് പറഞ്ഞാൽ ശരിയായ അവസ്ഥ, എന്തെങ്കിലും എഴുതുക എന്നുള്ളതല്ല, അതിലൊരു ശരി വേണം, ശരിയായ അവസ്ഥ. പദങ്ങൾക്കും എന്തിന് വാക്കുകൾക്ക് ശരിയായ അവസ്ഥയുള്ള പദങ്ങളായിരിക്കണം പ്രയോഗിക്കേണ്ടത്. സതതം സംഭവിക്കണം, എല്ലായ്പ്പോഴും അത് സംഭവിക്കണം. ബോധിപ്പിപ്പതിനുള്ള കുശലത്വം അതും വേണം. ഒരാളെ ആ കവിതയിലൂടെ നമുക്ക് എന്താശയമാണോ അയാളിൽ ചെലുത്തേണ്ടത് അത് അയാളെ ബോധ്യപ്പെടുത്താൻ ഉതകുന്നതാവണം കവിത. കുശലത്വം അതും വേണം. കുറച്ച് സുഖവിവരങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. കുശലത്വം അതും, കുശലം ചോദിക്കലും വേണം. ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം, ബഹുമാനം വരുത്തുന്നതായിരിക്കണം കവിത. ഇങ്ങനെ കണ്ടാൽ നമുക്കൊരു ബഹുമാനം തോന്നണം. അങ്ങനെ വേണം കവിതകൾ രചിക്കാൻ. എന്തെങ്കിലുമൊക്കെ കുറേ വാക്കുകൾ കോരിയിട്ടുകൊണ്ട് ഗദ്യ കവിതകൾ രചിക്കുമ്പോൾ അത് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ ഗുണങ്ങളിലേക്ക് എത്തപ്പെടുകയില്ല. കവിത അവിടെ മരിക്കുന്നു, ജീവിക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. പഞ്ചേന്ദ്രോപാഖ്യാനം പറയന്തുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതായത് താളവും മേളവും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതായി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് അക്ഷരങ്ങൾ എന്ന പാലാ നാരായണൻ നായരുടെ ബാല്യത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ കവിതാ ഭാഗമാണ്. പാലാ നാരായണൻ നായർ മലയാളത്തെ സുരഭിലമാക്കിയ ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ മലയാളത്തിനായി സംഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. കീർത്തിമുദ്ര അടക്കം ലഭിച്ച ഒരു കവിയാണ് പാലാ നാരായണൻ നായർ. ഇവിടെ നോക്കൂ, കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിക്കാൻ പോയ അനുഭവമാണ് ഈ കവിതയിലൂടെ കവി ഓർത്തെടുക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇടവമാസത്തിലെ പെരുമഴയത്ത് വരമ്പത്ത് കൂടി ഇങ്ങനെ നടന്നു പോകണം സ്കൂളിലേക്ക്. ഏകദേശം അരമണിക്കൂറോളം നടന്നിട്ട് വേണം സ്കൂളിലെത്താൻ. പെരുമഴയായിരിക്കും, ഇടവമഴ. പാടങ്ങളൊക്കെ വരമ്പുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം പോവും. വരമ്പ് അതുകൊണ്ട് വെട്ടിവിടും. അതിൽ നിറയെ ഞണ്ടുകളുണ്ടായിരിക്കും. എന്ത് രസമാണെന്നോ സ്കൂളിലേക്കുള്ള നടന്നുപോക്ക്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. അന്ന് ഓട്ടോറിക്ഷയും ഇല്ല, സ്കൂൾ ബസ്സും ഇല്ല. പുസ്തകങ്ങളൊക്കെ ചിലപ്പോൾ നനഞ്ഞു പോകും. ഒരു സഞ്ചിയാണ് ഉണ്ടാവുക. അങ്ങനെ കഴായകൾ വെട്ടിയിട്ടുണ്ടാവും വരമ്പത്ത്, വെള്ളം ഒലിച്ചു പോകാനുള്ള കഴായകൾ. ദൂരെ പാടത്തുകൂടെ ഇറങ്ങി വേണം കഴായകൾ കടക്കാൻ. അപ്പോൾ പാവാടയെല്ലാം നനയും. അതൊക്കെ എൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകളാണ്. ഇവിടെയും അക്ഷരങ്ങളിലൂടെ പാലാ നാരായണൻ നായർ പങ്കുവെക്കുന്നത് ബാല്യകാലത്തിൻ്റെ ഓർമ്മകളാണ്. നോക്കൂ, ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിൻ്റെ കിന്നരിത്തലപ്പാവു ചൂടിയ കിനാവുകൾ. ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്കു വരവും പോക്കും വഴിതെറ്റിയ നേരം പോക്കും. അക്ഷരം വരഞ്ഞെന്നും തേയുന്ന വിരൽ തുമ്പും കക്ഷത്തിലിടുക്കിയ തടുക്കും വാറോലയും. ഇടവപ്പേ മാരിയെ തടയാൻ പനയോലക്കുടയും കുചേലന്റെ കുട്ടികളായി ഞങ്ങൾ. കവിതയുടെ അർത്ഥം എന്തെന്ന് നോക്കാം. ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിന്റെ കിന്നരി തലപ്പാവ് ചൂടിയ കിനാവുകൾ. കിന്നരി എന്ന് പറഞ്ഞാൽ കസവ്. അപ്പൊ കസവ് തലപ്പാവ് ചൂടിയ സ്വപ്നങ്ങൾ ഇന്നും കവിയുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുകയാണ്. ഹരിശ്രീ കുറിക്കുവാൻ, ഹരിശ്രീ ഗണപതയെ നമ എന്ന് മണലിൽ എഴുതിയാണ് ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ കവി പള്ളിമേടയിലേക്ക്, സ്കൂളിലേക്ക് പോയതും വന്നതും വഴിതെറ്റിയതുമൊക്കെയാണ് പറയുന്നത്. അക്ഷരം വരഞ്ഞെന്നും, അക്ഷരം എല്ലാ ദിവസവും എഴുതി മണലിൽ എഴുതി വിരൽ തുമ്പ് തേയും. എന്നിട്ടോ കക്ഷത്തിലെടുക്കിയ തടുക്കെന്ന് പറഞ്ഞാൽ പായ, വാറോല എന്ന് പറഞ്ഞാൽ അറിയിപ്പുള്ള കടലാസിനെയാണ് പറയുന്നത്. അപ്പം അത്തരം വസ്തുക്കളൊക്കെ കൊണ്ടാണ് സ്കൂളിലേക്കുള്ള പോക്ക്. ഇടവപ്പേമാരിയെ തടയാൻ പനയോലക്കുട. ഇടവമാസത്തിൽ നല്ല മഴയായിരിക്കും.
പണ്ടൊക്കെ, ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ മഴയെ തടയാൻ പനയോലക്കുടയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. കരിമ്പനയുടെ പട്ട കൊണ്ട് ഉണ്ടാക്കിയ കുട. കാറ്റത്ത് പറന്നൊന്നും പോവില്ല. അത് നല്ല കനമുള്ള കാലുണ്ടാവും അതിന്. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ നനയില്ല. അങ്ങനത്തെ കുടയെടുത്താണ് കവി ആ ഇടവമാസത്തിൽ പഠിക്കാൻ പോയത്. അപ്പോൾ പഠിക്കാൻ പോയ കഷ്ടപ്പാടുകൾ ഈ കവിതയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് കുചേലൻ്റെ മക്കൾ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചിരുന്നത്. ആരാണ് കുചേലൻ എന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ അല്ലേ? ശ്രീകൃഷ്ണൻ്റെ ചങ്ങാതിയായിരുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചങ്ങാതി. കുചേലൻ്റെ മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. ഒന്നും ഉണ്ടായിരുന്നില്ല, ദാരിദ്ര്യമായിരുന്നു. ആ ഒരു കഥയൊക്കെ ഇവിടെ കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നും ഉണ്ട്. അടുത്ത കവിത ഒളപ്പമണ്ണയുടേതാണ്. ഒളപ്പമണ്ണയും പാലക്കാട്ടുകാരനായ മഹാകവിയാണ്. ഞാൻ ആ മനയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീദേവി അന്തർജനത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ നല്ലവരായ അമ്മ ഇപ്പോൾ ജൈനിമേട്ടിലെ വീട്ടിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒളപ്പമണ്ണിയുടെ ഈ കവിത ഒന്ന് പഠിക്കാം. കവിതേ പച്ചച്ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായിട്ടൊറ്റയ്ക്കിവിടെ പറന്നെത്തി, കാഞ്ഞിരക്കൊമ്പത്തത്രേ വന്നിരുന്നതു കിളി, കാരുണ്യാമൃതഗംഗ ചോരുന്ന കണ്ടത്തോടെ. അക്കഴുത്തിലെ നാനാവർണ്ണവും നറുനീരിനുൾക്കുളിരൊലിയും ചേർന്നിന്നുമീ മലയാളം മധുരിക്കുന്നു. പച്ചക്കിളി നിൻ കൊക്കാഴ്ത്തുന്ന മലരും കനിയും ഉൾത്തേനുമീ മലയാളം. കവി ഈ കവിതയിലൂടെ പഞ്ചവർണ്ണക്കിളിയെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് നൽകിയിട്ടുള്ളത്. പഞ്ചവർണ്ണക്കിളി എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാർക്കറിയാമോ? 5 നിറമുള്ള കിളി. ഏതൊക്കെയാണ് നിറം? കറുപ്പ്, മഞ്ഞ, പച്ച, ചുവപ്പ്, വെളുപ്പ്. ഈ 5 നിറമുള്ള ഒരു കിളിയാണ് പഞ്ചവർണ്ണ കിളി. ഇവിടെ പഞ്ചവർണ്ണ കിളി എന്ന് കവി പറയുന്നത് ആരെയാണ്? അതെ, മലയാള കവിതയാണ് പഞ്ചവർണ്ണ കിളിയായി കവി പറയുന്നത്. കവിതേ പച്ചച്ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായിട്ട്, മഴവില്ലിൻ്റെ നിറമുള്ള കഴുത്തുമായിട്ട് 7 അഴകുമായിട്ട് ഒറ്റയ്ക്കിവിടെ പറന്നെത്തി തുഞ്ചൻ പറമ്പിൽ, കാഞ്ഞിരക്കൊമ്പത്തത്രേ വന്നിരുന്നത്. കയ്പുള്ള മരമാണല്ലേ കാഞ്ഞിരം. പക്ഷേ തത്ത, പഞ്ചവർണ്ണക്കിളി തത്തയായിട്ടാണ് സങ്കല്പിക്കുന്നത്. വന്നിരുന്നപ്പോൾ കാഞ്ഞിരത്തിൻ്റെ കയ്പൊക്കെ പോയി. കാരുണ്യാമൃത ഗംഗ ചോരുന്ന കണ്ടത്തോടെ അക്കഴുത്തിലെ നാനാവർണ്ണവും കിളിയെ വർണ്ണിക്കുകയാണ്, മലയാള കവിതയെ വർണ്ണിക്കുകയാണ്. കഴുത്ത്, ആ കഴുത്തിലെ പല വിധത്തിലുള്ള കളറും നറുനീരിൻ ഉൾക്കുളിരൊലിയും, കുളിരുന്ന ഒലിയും ഒച്ചയും ചേർന്നിന്നും ഈ മലയാളം, അന്നത്തെ ആ ഒരു ഇരുത്തം ഇന്നും മലയാളം മധുരിക്കുന്നു. പച്ചക്കിളി നിൻ കൊക്കാഴ്ത്തുന്ന മലർ, പച്ചക്കിളി എന്ന് വിളിക്കുന്നത് കവിതയാണ്. നിന്റെ കൊക്കാഴ്ത്തുന്ന മലരും കനിയും ഉൾത്തേനും ഈ മലയാളം. കവിതയുടെ തേനും കവിതയുടെ മലരും കവിതയുടെ കനിയും കായും പൂവും എല്ലാം ആരാണ്? മലയാളമാണ്. മലയാളത്തിലാണ്, മാതൃഭാഷയെയാണ് കവി ഇവിടെ ആരാധിക്കുന്നത്. ചില നാടൻ പാട്ടുകളിലും പടയണിപ്പാട്ടുകളിലും ഓണപ്പാട്ടുകളിലൊക്കെ തത്തയെ കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതി ഉണ്ട്. ഉദാഹരണം: വെല്ലവും പാലും തേനും പഞ്ചസാരയും തരാം, നല്ല പൈങ്കിളി മകൾ മെല്ലെ വന്നരികത്തിരി. അത് പടയണിപ്പാട്ടിലുള്ളതാണ്. ഇനി നോക്കൂ: ആരോമൽ പൈങ്കിളി പെൺകിടാവേ പാരാതെ വന്നരികിത്തിരി നീ. അതൊരു ഓണപ്പാട്ടിലാണ് ഈ കിളിയെക്കുറിച്ച്. ഇതിലെല്ലാം കവിത തന്നെയാണ്, മലയാള കവിത തന്നെയാണ്. ചന്ദനത്തണലൂടെ മന്ദമാരുതമേറ്റ് ഇന്ദിശ പാടി വരും സുന്ദരി കിളിപ്പെണ്ണേ. ഇവിടെയും കിളിയെ പരാമർശിച്ചിരിക്കുന്നു. എവിടെ? ഗന്ധർവൻ തുള്ളലിൽ. അപ്പം കിളിയെ കൊണ്ട് പാട്ട് പാടിക്കുന്ന ശീലം
ഭാഷാപിതാവായ എഴുത്തച്ഛൻ സ്വീകരിച്ചു. നോക്കൂ, അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. കിളിയെ കൊണ്ടാണ് അവിടെ പറയിക്കുന്നത്. പഞ്ചവർണ്ണ കിളിയെക്കുറിച്ച് കവി ഒളപ്പമണ്ണ കവിതയിൽ സൂചിപ്പിച്ചു. അതായത് മലയാളത്തിന് മാധുര്യവും സൗന്ദര്യവും പല നിറങ്ങളും നൽകിയ കിളി കവിത. ഇവിടെ പഞ്ചവർണ്ണ കിളി കവിതയാണ്. പച്ചച്ചിറകും മഴവില്ലിൻ്റെ കഴുത്തും കവിതയുടെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മലയാള കവിതയായ പഞ്ചവർണ്ണ കിളിയെ കവി തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരക്കൊമ്പത്താണ് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടിയാണത്. ഒളപ്പമണ്ണയും എഴുത്തച്ഛനും പഞ്ചവർണ്ണക്കിളിയും. തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരം പോലും മധുരിക്കുമെന്ന് കാവ്യസങ്കല്പം, കവിയുടെ സങ്കല്പം. പഞ്ചവർണ്ണക്കിളി പല വർണ്ണങ്ങളാവട്ടെ, പല വർണ്ണങ്ങളായി മാറട്ടെ. മലയാള കവിതയുടെ വൈവിധ്യത്തെയാണ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത്. വ്യത്യസ്ത ഭാവങ്ങൾ, അതായത് ഭക്തി, കാരുണ്യം, വിരഹം, വ്യത്യസ്തമായ ഭാവങ്ങൾ, വ്യത്യസ്തമായ താളങ്ങൾ, വ്യത്യസ്തമായ ഭാവനകൾ, വ്യത്യസ്തമായ പ്രമേയങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മലയാള കവിത എന്നാണ് ഈ കവിത കൊണ്ട് അർത്ഥമാക്കുന്നത്. കവിത ഒഴുകുന്ന ഒച്ച, നീരൊഴുക്ക്, അത് നിർണയിക്കുന്നത് കവിതയുടെ ഭാവവും ഈണവും താളവും ഭാവനകളും ചേരുമ്പോഴാണെന്ന് കവി ഈ ഒരു കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. കവിതയാകുന്ന പഞ്ചവർണ്ണക്കിളി ഭാഷയുടെ ഫലവും തേനും ആസ്വദിച്ച് ഭാവനാകാശത്തിലൂടെ പാറി പറന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പുസ്തകത്തിൻ്റെ 14-ാമത്തെ പേജ് നിങ്ങൾ വായിക്കുക. കിളിയും കിളിപ്പാട്ടും. കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയിലാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ സ്വീകരിച്ചത്. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ചാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ. കിളിയെ കൊണ്ടാണ് അവിടെ ചൊല്ലിക്കുന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ തന്നെ. ഓരോരോ കഥകൾ നീ ചൊന്നതു കേൾക്കുന്തോറും ആരോമൽ കിളിപ്പെണ്ണേ പാരമുണ്ടാനന്ദമേ. പാരം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ആനന്ദമുണ്ട് ഓരോ കഥകളായിട്ട് നീ ചൊല്ലി ഇങ്ങനെ കേൾക്കുന്നത് എന്ന് ഭാരതം കളിപ്പാട്ടിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, എഴുത്തച്ഛൻ്റെ പഞ്ചവർണ്ണക്കിളിയെക്കുറിച്ച് കവിതയിൽ ഒളപ്പമണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, വിശകലനം ചെയ്ത് കുറിപ്പെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഉത്തരമാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞത്. അതിൽ നിന്നും കൂട്ടുകാർ മനസ്സിലാക്കി അത് എഴുതുമല്ലോ. ഇനി എൻ്റെ മലയാളം കവിതാഭാഗങ്ങൾ വായിച്ചല്ലോ. എല്ലാ കവിതാഭാഗങ്ങളുടെയും അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവയിൽ സൂചിപ്പിച്ചിട്ടുള്ള മാതൃഭാഷയുടെ സവിശേഷതകൾ, മഹത്വം, പ്രാധാന്യം തുടങ്ങിയവ കണ്ടെത്തി ചർച്ച ചെയ്യുക. എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. അത് മൊത്തം നിങ്ങൾ ചെയ്യണം. ഈ ഒരു പാഠഭാഗത്ത് ഞാൻ ആദ്യം മുതൽ ഈ പറയുന്നതെല്ലാം ഇത് തന്നെയാണ് എൻ്റെ മലയാളം. അതിൽ നിന്നും ഓരോ പോയിൻ്റായി നിങ്ങൾ എടുത്ത് എഴുതി ഒരു ഉപന്യാസം തയ്യാറാക്കുമല്ലോ. ഈ കവിതകളെല്ലാം ഈണമിട്ട് താളമിട്ട് കൂട്ടുകാർ പാടി നോക്കൂ, എൻ്റെ ഈണത്തിലല്ലാതെ. പിന്നെ ഇതുപോലുള്ള കവിതകൾ കണ്ടെത്തി വരൂ. സമാന കവിതാശകലങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടും. അതുകൂടി ശേഖരിച്ച് വയ്ക്കുമല്ലോ. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് സ്വന്തം ഭാഷ, മാതൃഭാഷ നമ്മെ ചേർത്തു നിർത്തുന്നു, പിന്നെ തായ്മൊഴി പീലികളും ആണ്. ഇനി അടുത്ത ഭാഗത്ത് മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ എല്ലാം നല്ല പോലെ വായിക്കുമല്ലോ. ഒരു 4-5 പ്രാവശ്യം വായിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ മനസ്സിലാകും. വളരെ ഇഷ്ടത്തോടുകൂടി പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അടിസ്ഥാന പാഠാവലി. നമ്മുടെ സർഗ്ഗവാസനകളെല്ലാം ഇതിലൂടെ വിരിഞ്ഞിങ്ങനെ ഒരു പൂ പോലെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.